ഇന്ന് 196 ദിനം. യോശുവയുടെ പുസ്തകം 9 അധ്യായം, യെശയ്യാ പ്രവചനം 12 അധ്യായവും, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെഴുതിയ 1 ലേഖനം 6 അധ്യായവും വായിക്കാം. യോശുവ 9 അധ്യായം. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ വലിയ കടലിന്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാരൊക്കെയും വസ്തുത കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏക മനസ്സോടെ യോജിച്ചു. എന്നാൽ യോശുവ യെരിഹോവിനോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തിലും മേലും ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങിപ്പൂത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട്, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞത്, അടിയങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ നാമനിമിത്തം ഏറ്റവും ദൂരത്ത് നിന്ന് വന്നിരിക്കുന്നു. അവന്റെ കീർത്തിയും അവൻ മിസ്രൈമിൽ ചെയ്തതൊക്കെയും ഹെശ്ബോൻ രാജാവായ സീഹോൻ, അസ്തരോത്തിലെ ബാഷാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമോര്യരുടെ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തതൊക്കെയും ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട് വഴിക്കു വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്ത് അവരെ ചെന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ അത് ഉണങ്ങിപ്പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞ് നിറച്ചുകൊണ്ടു പോന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു, ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും അതിദീർഘയാത്രയാൽ പഴക്കമായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യഹോവ അവരോട് സഖ്യതയും അവരെ ജീവനോട് രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിന്റെ 3-ാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെഫീര, ബേരോത്ത്, കിര്യത്ത് യയാരീം എന്നിവയായിരുന്നു. സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല. എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പിറുപിറുത്തു. പ്രഭുക്കന്മാർ എല്ലാവരും സർവ്വസഭയോടും, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കയാൽ നമുക്ക് അവരെ തൊട്ടുകൂടാ. നാം അവരോട് ഇങ്ങനെ ചെയ്തു അവരെ ജീവനോടെ രക്ഷിക്കണം, അല്ലാഞ്ഞാൽ ചെയ്തു പോയ സത്യനിമിത്തം കോപം നമ്മുടെ മേൽ വരുമെന്ന് പറഞ്ഞു. അവർക്ക് വാക്കു കൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട്, ഇവർ ജീവനോടെ ഇരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ച് അവരോട്, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്നു പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനു വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കയില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശയോട്, നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ ഒക്കെയും നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക്
അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവന്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. ഇങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. യെശയ്യാവ് 12-ാം അധ്യായം. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കൊണ്ടും അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കോരും. അന്നാളിൽ നിങ്ങൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവൃത്തികളെ അറിയിപ്പീൻ. അവന്റെ നാമം ഉന്നതമായിരിക്കുന്നു എന്ന് പ്രസ്താവിപ്പീൻ. യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ. സിയോൻ നിവാസികളെ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കയാൽ ഘോഷിച്ചുല്ലസിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം. നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവർക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്നുവച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്രേ വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായസൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്ക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അതു വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും
ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്ക. അല്ലയോ തിമത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.